ഞാൻ സെലിൽ മരിയ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആദ്യം ട്രോളിലൂടെയൊക്കെ തന്നെ അറിഞ്ഞത്. പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എന്തോ മനസ്സിൽ ഉടമ്പടി എടുക്കണം. ആ സമയത്ത് ഞാൻ സൗദിയിൽ, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ അവിടേക്ക് പോകാനും അവിടുത്തെ എക്സാമിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രയർ പേപ്പറിൽ എഴുതി. അങ്ങനെ രാവിലെ 5:30 നേരത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലുമായിരുന്നു. അങ്ങനെ മാർച്ച് 13, 2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിനെ കയ്യിലെടുക്കാൻ, അമ്മ മാതാവേ എനിക്ക് പരീക്ഷ പാസ്സാകുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സൗദി അറേബ്യയിൽ പോകാനും അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് കാണിക്കാനായിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഉടമ്പടി പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് അമ്മ മാതാവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ മാർച്ച് 13 ഉടമ്പടി എടുത്തതിന് ശേഷം ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്യണതാണ് ഞാൻ കണ്ടത്. അങ്ങനെ മെയ് 13 ഞാൻ കൃപാസനത്തിൽ വീണ്ടും വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ PG കഴിഞ്ഞിട്ട് കുറച്ച് ഇയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ അച്ഛൻ മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് ചിരിച്ചു. അപ്പം അങ്ങനെ മെയ് 27 എനിക്ക് വിസ അടിച്ചു. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ വിസിറ്റിംഗ് വിസയ്ക്കാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഇയറിൻ്റെ വിസിറ്റ് വിസയ്ക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയി ആഗസ്റ്റ് 10 ഞാൻ ഡേറ്റ് എടുത്ത എക്സാമിൻ്റെ പ്രോമെട്രിക്ക് സൗദി അറേബ്യ. അത് കഴിഞ്ഞ് ആദ്യത്തെ എക്സാമിന് ഞാൻ പോയപ്പം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലും ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. അങ്ങനെ എക്സാം ഹാളിൽ കയറുമ്പോൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കയറി. ആ സമയത്ത് കാശുരൂപം ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ടാണ് കയറിയത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു സാക്ഷ്യങ്ങൾ കാണാം, സിൽവർ ഗ്രേയിൽ കളർ ഡ്രസ്സിൽ എക്സാമിനർ വന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിൽ വെച്ചു അവിടെ ഞാൻ പോയിട്ട് കറുത്ത പർദ്ദയും വെള്ളപ്പർദ്ദയും അല്ലാണ്ട് വേറെ ഡ്രസ്സുകളും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. സെക്കൻഡ് ഹാഫ് ആദ്യത്തെ 70 മാർക്കിൻ്റെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നത്തെ ബ്രേക്കിന് വേറെ എക്സാമിനറാണ് ഉണ്ടായിരുന്നത്. അതുവരെ ബ്ലാക്കും വൈറ്റും പർദ്ദയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിന് എത്തിയപ്പോൾ നീല പർദ്ദയും സിൽവർ ഗ്രേയിൽ ഷാളുള്ള ഒരു മാഡാണ് അവിടെ വന്നത്. അത് ഞാൻ അമ്മ മാതാവാണ്